ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പെസഹ തിരുനാളിന്റെ പ്രാർത്ഥനാശംസകൾ. പെസഹ എന്നാൽ കടന്നുപോകൽ എന്നാണ് അർത്ഥം. പേസാക്ക് എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് പെസഹ എന്ന പദം ഉണ്ടായത്. പേസാക്ക് എന്നാൽ പാസ് ഓവർ, കടന്നുപോകൽ എന്നാണ്. പഴയ നിയമത്തിലെ പെസഹ ആചരണത്തെ കുറിച്ച് പറയുമ്പോൾ ആടിനെ കൊന്ന് മാംസം ഭക്ഷിച്ച് രക്തം കട്ടിളപ്പടിമേൽ തളിച്ച് സംഹാരകരിൽ നിന്ന് അവർ ഇസ്രായേൽ ജനത രക്ഷപ്പെട്ടു. അതിനെയാണ് നമ്മൾ പെസഹ എന്ന് പഴയ നിയമത്തിൽ പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പെസഹ കുഞ്ഞാടായ യേശു നമ്മുടെ പാപങ്ങളിൽ നിന്ന് കടന്നു പോകാൻ വേണ്ടി ബലിയാടായി ബലിയർപ്പിക്കപ്പെട്ടു. സ്വന്തം ശരീരവും രക്തവും നമുക്കായി ബലി തന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു കടന്നുപോകൽ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പല സ്വപ്നങ്ങളും കടന്നുപോയി, നമ്മുടെ ജീവിതത്തിൽ പല ബന്ധങ്ങളും കടന്നുപോയി, പല വ്യക്തികൾ കടന്നുപോയി, പല ജീവിത ശൈലികൾ കടന്നുപോയി. പുതിയൊരു ജീവിതത്തിലേക്ക് നമുക്ക് പെസഹയിലൂടെ കടന്നു വരാം. പഴയ ജീവിതത്തിലെ കടന്നുപോക്കായിരിക്കട്ടെ ഇത്തവണത്തെ നമ്മുടെ പെസഹ. നമ്മുടെ എല്ലാ നാടുകളിൽ അല്ലെങ്കിൽ വീടുകളിൽ അല്ലെങ്കിൽ തറവാടുകളിലെല്ലാം പെസഹ പല രീതിയിലാണ് ആഘോഷിക്കപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ആചരിക്കപ്പെട്ടിരുന്നത്. ഞങ്ങളുടെ വീട്ടില് അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടില് എങ്ങനെയാണ് പെസഹ ആചരിച്ചിരുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നതെന്ന് അതിന്റെ വിശദാംശങ്ങളായിട്ട് ബീന ചേച്ചി വരും. അപ്പോ നമ്മുടെ കടന്നുപോയ സ്വപ്നങ്ങൾ, അതിൽ പലതും പൂവണിഞ്ഞതുണ്ടാവാം, പൂവണിയാതെ പോയ സ്വപ്നങ്ങൾ ഉണ്ടാവാം. അതെല്ലാം കടന്നുപോയി. നമുക്ക് പുതിയ സ്വപ്നങ്ങൾ കാണാം. പുതിയ സ്വപ്നങ്ങൾക്കായി അത് പൂവണിയുവാനായി നമുക്ക് പ്രയത്നിക്കാം. ഞാൻ ജനിച്ചത് എറണാകുളം ജില്ലയിലാണ്. ഞങ്ങളുടെ നാട്ടിൽ പെസഹ എന്നുള്ളത് വലിയൊരു ആഘോഷമാണ്. എൻ്റെ അപ്പച്ചൻ ഞങ്ങൾക്ക് പകർന്നു തന്ന പാരമ്പര്യമനുസരിച്ച് ഞങ്ങൾ മക്കൾ ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയാലും പെസഹ പണ്ടത്തെ പോലെ തന്നെ ഞങ്ങളുടെ അപ്പൻ പഠിപ്പിച്ച പോലെ ഇന്നും തുടർന്നുകൊണ്ട് പോകുന്നു. സാധാരണയായി ആരാണോ കുടുംബത്തിലെ കാരണവർ ആ വീട്ടിലേക്ക് നമ്മുടെ മറ്റു സഹോദരങ്ങളും അവരുടെ മക്കളും എത്തിച്ചേരുന്നു. വൈകുന്നേരം അപ്പം മുറിക്കുന്നതിന് മുമ്പായി പുത്തൻ പാന വായിക്കണം എന്നുള്ളത് ഞങ്ങളുടെ വീട്ടിൽ ഒരു നിർബന്ധമാണ്. അത് ഇന്നും ഞങ്ങൾ മക്കൾ തുടർന്നുകൊണ്ട് പോകുന്നു. അമ്മ കന്യാമണി തൻ്റെ നിർമ്മലധൂഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പരവാനോ വാക്കുപോരാ മനുഷ്യർക്ക് ഉൾക്കനെ ചിന്തിച്ചു കൊള്ളുവാൻ ബുദ്ധിയും പോരാ. എൻ മനോവാക്കിൻ വശം പറഞ്ഞാലോ കയുമില്ല. അമ്മ കണ്ണീ തുണയെങ്കിൽ പറയാമൽപ്പം. എല്ലാവരും എത്തിച്ചേർന്നതിന് ശേഷം ഞങ്ങൾ തറയിൽ പായ വിരിച്ച് വട്ടത്തിൽ എല്ലാവരും ഇരിക്കുന്നു. അതിനുശേഷം പഴയ നിയമത്തിൽ നിന്നുള്ളതും പുതിയ നിയമത്തിൽ നിന്നുള്ളതും ആയ പെസഹായെക്കുറിച്ചുള്ള ബൈബിൾ വായന നടത്തുന്നു. ബൈബിൾ വായന കഴിഞ്ഞതിനു ശേഷം കുടുംബനാഥൻ അപ്പം മുറിച്ച് പ്രായമനുസരിച്ച് മൂത്തവർക്ക് തൊട്ട് ഏറ്റവും താഴെയുള്ള ആൾക്ക് വരെ ക്രമമായി അപ്പം പാലിൽ മുക്കി കൊടുക്കുന്നു. എല്ലാവർക്കും കൊടുത്തതിന് ശേഷം കുടുംബനാഥൻ അപ്പം ഭക്ഷിക്കുകയും അതിനുശേഷം ബാക്കിയുള്ള എല്ലാവരും അപ്പം ഭക്ഷിക്കുകയും ചെയ്യുന്നു.
of dreams.